അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, പെരുന്നാളായിട്ടെ എന്റെ മോന്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്നു കേട്ടോ. അപ്പൊ അവൻ പഠനത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഭയങ്കര വിഷമിച്ച് കരഞ്ഞു കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയിട്ടോ, അത്രയുള്ള കൊച്ചു കരഞ്ഞു കണ്ടപ്പോ. 17 വയസ്സുള്ള കൊച്ചിട്ടോ. അപ്പൊ അവൻ പറഞ്ഞത് അവന്റെ വീട്ടിൽ എപ്പോഴും പാരന്റ്സ് പറയത്രേ, നീ പഠിക്കോ പഠിക്കാതിരിക്കോ. ചിലപ്പോ ഈ കൊച്ചിനെ പരീക്ഷയ്ക്ക് മോട്ടീവ് ചെയ്തതായിരിക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പെൺകൊച്ചിനാണ് പ്രാധാന്യം. കാരണം അവളെങ്ങനെയെങ്കിലും പഠിപ്പിച്ചൊരു കരക്കെത്തിക്കും, ഞങ്ങൾ അതിന് സാമ്പത്തികം ചെലവാക്കുകയും ചെയ്യും. പക്ഷെ നീ വേണമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് സ്കോളർഷിപ്പോടുകൂടി പഠിച്ചാൽ നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞ് എന്നും അങ്ങനെ വേർതിരിവിനോടുകൂടി വർത്താനം പറയും കേട്ടോ. പാരന്റ്സ് ഇത് ചിന്തിക്കണമെന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോ അവരുടെ ഉള്ളിലുള്ള പെൺകുട്ടികളോടുള്ള ഇഷ്ടം വാക്കിലൂടെ പുറത്തു വീണതായിരിക്കും. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളും ബുദ്ധിയുള്ളവരാണ്. അവർക്ക് ചെറിയ ചെറിയ സ്നേഹക്കുറവ് പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറയില്ലേ, അത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, അവർക്ക് ഈ പ്രായത്തിൽ മനസ്സിലേറ്റ മുറിവ് അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ പാരന്റ്സ് ആയ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഈ കൊച്ചത് പറഞ്ഞ് കരഞ്ഞപ്പോ കൊച്ചിനോട് ഞാൻ കുറെ ആശ്വസിപ്പിച്ചു കേട്ടോ. അപ്പോഴാണ് ഒരു ഹദീസ് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു കൊടുത്തത് കേട്ടോ. ഇമാം ഖുർആൻ കഴിഞ്ഞ ലോകത്തിലെ 1ാം നമ്പർ ഗ്രന്ഥാണ് കേട്ടോ ബുഖാരി. അത് റിപ്പോർട്ട് ചെയ്ത ബുഹാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം മുസ്ലിം തങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാട്ടോ. ഒരിക്കല് ഒരു വാപ്പ, വേറെയും കുട്ടികളുണ്ട് കേട്ടോ. വാപ്പ ഒരു കൊച്ചിന്, അതിൽ വാപ്പാടെ ഇഷ്ടപ്പെട്ട ഒരു കൊച്ചിന് വാപ്പ ഒരു സമ്മാനം കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അപ്പൊ ഉമ്മ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്തതിനോട് എനിക്ക് യാതൊരു ഇഷ്ടമില്ല, എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. റസൂലുള്ളാന്റെ കാലത്താട്ടോ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത പ്രവൃത്തി നല്ലതാണെന്ന് എനിക്ക് റസൂലുള്ള സാക്ഷ്യം പറയണം, അല്ലാത്തടത്തോളം ഞാൻ ഇതുമായിട്ട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ഉമ്മ ചെറിയൊരു കലഹത്തിലേക്ക് പോയിട്ടോ. ഒട്ടും മടിച്ചില്ല അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു കേട്ടോ. അപ്പൊ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, നിനക്ക് വേറെയും കുട്ടികളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്. നീ എന്നിട്ട് അവർക്കൊക്കെ ആ സമ്മാനം വാങ്ങിച്ചു കൊടുത്തോ? ഇല്ല. എങ്കിൽ നീ അള്ളാനെ സൂക്ഷിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും പറയും മാതാപിതാക്കളെ നമ്മൾ ചേന്ന് പോലും പറഞ്ഞ് അധിക്ഷേപിക്കരുത് എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ അങ്ങനെയുള്ള ഒരു അവസരം മാതാപിതാക്കളും ഉണ്ടാക്കരുതെന്ന് കേട്ടോ പറയുന്നത്. മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുമ്പോഴും ആ മാതാവ് മക്കൾക്ക് സ്വർഗമാവേണ്ട പ്രവൃത്തിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. അതല്ലാണ്ട് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട്, കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി കൊച്ചിനെ കരിങ്കല്ലിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന മാതാവ്. അവരുടെയൊക്കെ കാലിന്റെ അടിയിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരുടെ സ്വർഗം? അപ്പോ മക്കളുടെ സ്വർഗമാവാൻ നമ്മളാവുന്ന മാതാപിതാക്കളും ശ്രമിക്കേണ്ടതുണ്ട് കേട്ടോ. മക്കളെ മാത്രമല്ല കേട്ടോ കുറ്റം, നമ്മളെ കണ്ടിട്ടല്ലേ മക്കൾ വളരുന്നത്, നമ്മളെ അന്യായം ചെയ്യുന്നത് കണ്ടിട്ടല്ലേ മക്കൾ വളരുന്നത്. ആ മക്കളിൽ നിന്ന് നമ്മൾ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ന്യായം പ്രതീക്ഷിക്കണോ? നമ്മൾ എന്താണ് കൊടുത്ത് ഊട്ടി വളർത്തുന്നത്, അതല്ലേ മക്കൾ തിരിച്ചു ചെയ്യുള്ളൂ. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന മക്കൾക്കും ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ട് കേട്ടോ, അവർക്കും ഉണ്ട് കേട്ടോ മനസ്സ്. പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കേട്ടോ സ്നേഹക്കുറവ്, വ്യത്യാസം കാണിക്കല്. അത് കുട്ടികൾക്ക് നല്ലോണം മനസ്സിലാവും. നമ്മൾ ഉള്ളിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് മിക്ക പാരന്റ്സിനും ഉണ്ടാവും കേട്ടോ ഏതെങ്കിലും ഒരു കൊച്ചിനോട് പ്രത്യേക ഇഷ്ടം. പക്ഷെ അത് ഉള്ളിൽ വെക്കുക, അത് പുറത്തേക്ക് കാണിക്കണ്ട. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ പല മാതാപിതാക്കളിൽ നിന്ന്. റസൂലുള്ള പറഞ്ഞത് തന്നെയാട്ടോ എനിക്കും പറയാനുള്ളത്. മാതാപിതാക്കളെ, നിങ്ങളൊന്നും അള്ളാഹനെ സൂക്ഷിക്കണേ. അള്ളാഹ് ആര് പൊറുത്താലും അള്ളാഹ് പൊറുക്കൂല കേട്ടോ. ചിലപ്പോ മക്കള് കാലക്രമേണ പൊറുക്കുമായിരിക്കും, പക്ഷെ അള്ളാഹ് പൊറുക്കൂല കേട്ടോ നിങ്ങളോട്. എന്നോടും ഞാൻ നിങ്ങളോടും ഉണർത്തിക്കുവാണ്. ഇൻഷാ അള്ളാഹ് അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹു മാറ്റി തരട്ടെ. ഇൻഷാ അള്ളാഹ് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.